മഞ്ജുഷ്, ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഈ ഫോൺ ചോർത്തൽ വിവാദം ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ലോ. ദേവഗൌഡ എന്ന് പറഞ്ഞിട്ടൊരു പ്രധാനമന്ത്രിയുടെ രണ്ട് പട്ടാളക്കാര് പ്രധാനമന്ത്രി ചന്ദ്രശേഖരന്റെ വീടിന് മുമ്പിലൂടെ പോയെന്ന് പറഞ്ഞിട്ടൊരു സർക്കാരിനെ വലിച്ചിട്ട സംഭവങ്ങളൊക്കെ എനിക്കറിയാം, മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മൾ വാർത്തയിലൊക്കെ വായിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം പിന്നെ കുറച്ചുകൂടെ ഹൈടെക് ആയിട്ട് ഇസ്രായേലിൽ നിന്നൊരു സോഫ്റ്റ്വെയർ വരുത്തിയിട്ടാണ് BJP നേതാക്കന്മാര് ഈ പ്രതിപക്ഷ നേതാക്കളുടെ ഫോൺ സംഭാഷണമൊക്കെ ചോർത്തിയിട്ടുള്ളത്. അങ്ങനെ പറയുന്ന BJPക്ക് യാതൊരു ധാർമ്മികതയുമില്ല ഒരാൾ ഫോൺ സംഭാഷണം ചോർത്തി എന്ന് പറയുന്നതിന്. അത് ആദ്യമേ തിരുത്തേണ്ടത് മോദിയെയും അമിത്ഷായെയൊക്കെയാണ്. ആ ഒരു കാര്യത്തിൽ ഫോൺ ചോർത്തുന്നതിന് ഇസ്രായേലിൽ നിന്ന് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ കൊണ്ടുവന്നിട്ടാണ് പ്രതിപക്ഷ നേതാക്കളുടെ ഫോൺ ചോർത്തിയത്. ഫോൺ ചോർത്തുന്നത് എന്തായാലും നല്ല പരിപാടിയല്ല. ഫോൺ ചോർത്തുന്നത് ആരായാലും അതിനെതിരെ അതൊരു പൌരന്റെ സ്വകാര്യങ്ങളിലേക്കുള്ള കൈകടത്തലാണ്. അതൊന്നും ശരിയായ നടപടിയല്ല ആരാണെങ്കിലും. പിന്നെ അൻവർ എന്ന് പറയുന്നത് CPMന്റെ ചിഹ്നത്തിൽ മത്സരിച്ച ഒരാളായിരിക്കാം, പക്ഷെ പാർട്ടി മെമ്പറൊന്നുമല്ല അൻവർ എന്ന് പറയുന്ന ആള്. അപ്പൊ ഇങ്ങനെ വരുന്ന ആളുകൾക്ക് ഇതിന്റെ ഒരു സംഘടനാ സംവിധാനത്തിനെ കുറിച്ച് യാതൊരു ബോധവുമില്ല. വേറെ മറിച്ച് ഇപ്പോൾ പാർട്ടി മെമ്പറായിട്ടുള്ള ഒരാളാണെങ്കിൽ അതിന്റേതായ ഘടകങ്ങളിലാണ് ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കേണ്ടത്. അതുകൊണ്ട് ആരാണ് ഇതിനെ കയറൂരി വിട്ടതെന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ക്രിമിനലുകൾ പോലീസ് നെക്സസ് എന്ന് പറയുന്നത് കേരളത്തിൽ പുതിയതായിട്ടൊന്നുമല്ല. ജയറാം പടിക്കലിന്റെ കാലം തൊട്ട് അടിയന്തരാവസ്ഥ കാലം തൊട്ട് കണ്ടിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അൻവർ പറഞ്ഞതിനെ തള്ളിക്കളയണം, മുഖ്യമന്ത്രി തള്ളിക്കളയണം. ഇങ്ങനെയൊന്നും അല്ല കേരളത്തിൽ നടക്കുന്നത്. അൻവർ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് പറയണം. അങ്ങനെ പറയാൻ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എന്തായാലും കഴിയുകയില്ലല്ലോ. അപ്പോൾ അൻവറിനെ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അൻവർ നാളെ മുഖ്യമന്ത്രിയെ കാണാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ടെന്നാണ് പറയുന്നത്. കുറെ തെളിവുകളൊക്കെ പുറത്തുവിടുകയും ചെയ്തു. ഈ അൻവർ പുറത്തുവിട്ട തെളിവുകൾ എന്ന് പറയുന്നത് അത് ആഭ്യന്തര വകുപ്പിന് കീഴിൽ നടക്കുന്ന ഈ കൊള്ളരുതായ്മകളെ കുറിച്ചാണ്. അപ്പോൾ ഈ അൻവർ സംഘടനാ സംവിധാനത്തിലൂടെ പാർട്ടി ഘടകത്തിൽ ഉന്നയിക്കണമെന്നൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. പാർട്ടി മെമ്പർ അല്ല അൻവർ. മാത്രമല്ല ഇത് എത്ര ദിവസം ഈ CPM പ്രതിനിധികൾ ഇതിൽ നിന്ന് ഒളിച്ചോടും, ഒരു വിശദീകരണം നൽകാതെ ഒളിച്ചോടും. അവർക്ക് ചർച്ചകളിൽ പോലും വന്നിരുന്നു കൊണ്ട് ഇതിനെ ന്യായീകരിക്കുവാൻ പറ്റുകയില്ല. അങ്ങനെ ന്യായീകരിച്ചു കഴിഞ്ഞാൽ അത് നേരെ എത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. സ്വർണം പൊട്ടിക്കൽ, സ്വർണ്ണക്കടത്ത്, കൊലപാതകം നിസ്സാരമല്ലല്ലോ. ഒരു ഭരണപക്ഷ MLA ആണ് ഉന്നയിക്കുന്നത്. VD സതീശൻ ഉന്നയിച്ചാൽ പോലും ഇതിൽ പ്രശ്നമില്ല, പ്രതിപക്ഷമാണ്. അങ്ങനെയല്ല ഇവിടെ, ഭരണപക്ഷ MLA ആണ്. അത് മാത്രമല്ല മുഖ്യമന്ത്രിയെ പിതൃതുല്യനായി കാണുന്നയാളാണ്. എന്നെങ്കിലും മുഖ്യമന്ത്രിയെ തള്ളിപ്പറഞ്ഞതായി കേട്ടിട്ടുണ്ടോ PV അൻവർ? അതിനകത്ത് പറയാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം, അൻവറിന്റെ മുൻകാല ആരോപണങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു സുപ്രധാന ആരോപണമായിരുന്നു ഒരു കണ്ടെയ്നർ നിറയെ വോട്ട് ഭരണം അട്ടിമറിക്കാനായിട്ട് VD സതീശന് വന്നെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത ഉണ്ടായിരുന്നു. ആ വാർത്തയെ തുടർന്ന് അന്വേഷണം നടത്തി അതിന്റെ വിജിലൻസ് അതിനകത്ത് വാസ്തവമില്ല എന്ന് പറഞ്ഞ് തള്ളിയ ഒരു വാർത്തയാണ്. ആ വാർത്ത ഇത്തരത്തിലുള്ള വാർത്തകൾ അൻവർ കിട്ടുന്ന വാർത്തകളെല്ലാം എടുത്ത് അടിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ വാസ്തവം പരിശോധിക്കാതെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അത്തരം കാര്യങ്ങളിൽ അന്വേഷണം നടത്തിയ തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ IPS ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുകയും അടിയന്തരമായിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ഇത്തരത്തിലുള്ള വിഷയങ്ങളിലുള്ള ആളുകളാണെങ്കിൽ അവരെ ഒഴിച്ചു നിൽക്കുകയാണെങ്കിലും എത്ര വലിയ ഉന്നതനാണെങ്കിലും അത് P ശശി ആയിക്കോട്ടെ, EP ജയരാജൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ ആയിക്കോട്ടെ, പാർട്ടിയുടെ സംവിധാനം അങ്ങനെയാണ്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. മുമ്പ് എല്ലാവരും പറഞ്ഞിരുന്നത് ഒരു ഓട്ടോക്രാറ്റിക് സെറ്റപ്പ് ആണെന്നാണ്. അങ്ങനെ ഒരു ഓട്ടോക്രാറ്റിക് സെറ്റപ്പ് ആയിരുന്നെങ്കിൽ EP പോലുള്ള ഒരാൾ പുറത്തു പോകത്തില്ലായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള എന്താണ് അതിന് പറയുന്നത്, ക്ലിയറായി കുറെയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്, കുറെയൊക്കെ തിരുത്തി വരുന്നുണ്ട്. പൂർണ്ണമായും തിരുത്തിയെന്നും ഇതെല്ലാം വളരെ സുപ്രധാനമായിട്ട് മാറിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളിപ്പോൾ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ആ സമൂഹത്തിന്റെ എല്ലാ വൃത്തികേടുകളും അല്പാൽപ്പമൊക്കെ പാർട്ടി മെമ്പർമാരെയും പാർട്ടി അനുഭാവികളെയും പാർട്ടി ഘടനയൊക്കെ ബാധിച്ചിട്ടുണ്ട്. പാർട്ടി അനുഭാവി പാർട്ടി ഘടന അങ്ങനെയൊന്നുമില്ല. ഇത് നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ ക്രിമിനൽ സംഘത്തിനൊപ്പമാണ് എന്ന് ഒരു ഭരണപക്ഷ MLA ആരോപണം ഉന്നയിക്കുകയാണ്. അതിനെ തടയുവാനോ പ്രതിരോധിക്കുവാനോ എന്തായാലും ഇപ്പോഴത്തെ ഒരു രീതി വെച്ചുകൊണ്ട് CPMന് കഴിയുകയില്ല. കാരണം ഒന്നുകിൽ തള്ളിപ്പറയണം അൻവറിനെതിരെ നടപടിയെടുക്കണം. പാർട്ടി മെമ്പർ അല്ലാത്തതുകൊണ്ട് അങ്ങനെയൊന്നും സാധിക്കുകയില്ല. പക്ഷെ പരസ്യമായിട്ട് PV അൻവറിനെ തള്ളിപ്പറയണം. അതിന് സാധിക്കുമോ? ഇല്ലല്ലോ. എന്തായാലും അൻവർ പറഞ്ഞതിൽ ശരിയുണ്ട് എന്ന് തന്നെയല്ലേ പാർട്ടിയുടെയും കണക്കുകൂട്ടൽ? അല്ല, PV അൻവർ ഒരു ആരോപണം കൊണ്ടുവന്നു. അല്ല, ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് വി കനോട്ട് ജമ്പ് ഇൻ ടു കൺക്ലൂഷൻസ് ആൻഡ് സേ ദാറ്റ് ദിസ് മാൻ ഈസ് കൾപ്രിറ്റ് ഓർ ദാറ്റ് മാൻ ഈസ് കൾപ്രിറ്റ്.